നമ്മളെ ഇലോൺ മസ്ക് ഇപ്പോൾ സ്റ്റാർലിങ്ക് ആയിട്ട് ഇന്ത്യയിലോട്ട് വരുന്നുണ്ട്. ഈ സ്റ്റാർലിങ്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റലൈറ്റ് വഴിയാണ് നമ്മളെ നാട്ടിലേക്ക് ഇന്റർനെറ്റ് വരിക. ഇപ്പം നോർമലി ജിയോയുടെ എയർ ഫൈബർ, എയർടെലിൻ്റെ എയർ ഫൈബർ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. അത് ആക്ച്വലി ടവറായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മളെ വീട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മളെ ഓഫീസിലേക്കോ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴി അല്ലാതെ ഇന്റർനെറ്റ് കിട്ടാനുള്ള ഏക വഴി എന്ന് പറയുന്നത് എയർ ഫൈബർ വെക്കുക എന്നുള്ളതാണ്. ഇതിനേക്കാളും അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് സ്റ്റാർലിങ്ക് എന്ന് അറിയുന്നത്. പക്ഷേ സ്റ്റാർലിങ്കിൻ്റെ യൂസേഴ്സ് കേരളത്തിൽ കുറവായിരിക്കും. ഒന്നാമത് ഇത് ഭയങ്കര ബഡ്ജറ്റാണ്, അതായത് 8,900 ആ ഒരു റേഞ്ചൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ടിങ് തന്നെ വരുന്നത്. നമുക്ക് അതിനേക്കാളും ചീപ്പറായിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടാനുണ്ട്. ഇതിൻ്റെ മെയിൻ യൂസേഴ്സ് വരുന്നത് ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, അരുണാചൽ പ്രദേശ്, മിസോറാം, പിന്നെ ലക്ഷദ്വീപ് ഇങ്ങനത്തെ സ്ഥലങ്ങളിലുള്ള യൂസേഴ്സിനാണ് ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത്. കാരണം അവിടേക്ക് ഒപ്റ്റിക്കൽ ഫൈബർ എത്തിപ്പെടാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ അവിടെയുള്ള റിസോർട്ടുകളായിക്കോട്ടെ, അവിടെയുള്ള ഓഫീസേഴ്സ് ആയിക്കോട്ടെ, വലിയ വലിയ വീടുകളായിക്കോട്ടെ, അവിടേക്കൊന്നും ഇൻ്റർനെറ്റ് എത്തിയിട്ടില്ല. അങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ ഈ സ്റ്റാർലിങ്കിൻ്റെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും.